ഉയർന്ന പട്ടണ മതിലിനപ്പുറം, വലിയ കോട്ടയ്ക്കപ്പുറം വാഗ്ദാനം നിൽക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അവകാശങ്ങളുടെ വാഗ്ദാനം ഇസ്രായേൽ മക്കൾക്ക് നിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് അത് പ്രാപിക്കാൻ കഴിയാതെ കോട്ടയ്ക്ക് ചുറ്റും വട്ടം കറങ്ങി അല്ലെങ്കിൽ ചുറ്റി നടക്കുന്ന സ്ഥിതിയിലാണ് ഇസ്രായേൽ ജനം ആയിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ കുറച്ച് ദിവസങ്ങളായി ചുറ്റുന്നുണ്ട്. ഒരുപാട് പേർക്ക് ആകുലവും ചിന്തയും ഭാരങ്ങളും വർദ്ധിക്കുന്നുണ്ട്. വെറുതെ ചുറ്റൽ മാത്രമേ കാണുകയുള്ളൂ, എന്തെങ്കിലും വിടുതൽ നടക്കുമോ? ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മ സംസാരിക്കുന്ന ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന, വിടുതൽ ഇപ്പോൾ ഉണ്ട്, നാളെ കാണുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ചുറ്റിക്കൊണ്ടിരിക്കുക, ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുമോ? ആകുലപ്പെടുന്നവരോട് പരിശുദ്ധാത്മ പറയുന്ന സന്ദേശമാണ്, ദൈവം നിങ്ങളോട് ദൈവം തന്ന വാഗ്ദാനങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് കറങ്ങാൻ, ചുറ്റി നടക്കാനായിട്ട് പറഞ്ഞാൽ ദൈവം പറയുന്ന ഒന്ന് അനുസരിക്ക്. 6 ദിവസം മൗനമായി ചുറ്റി നടക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കണം. 7-ാം ദിവസം ആർപ്പിടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം. അപ്പം ദൈവം പറയുന്ന വാക്കുകൾ കേട്ട് കാത്തിരുന്ന് അതുപോലെ അനുസരിക്കാമെങ്കിൽ ദൈവം തന്നെ ചെയ്യുന്ന ചില അത്ഭുതങ്ങൾ, ഒരിക്കലും ആർക്കും തകർക്കാൻ പറ്റാത്ത വലിയ പട്ടണത്തിൻ്റെ കോട്ടയുടെ മതിലിനെ ഒരു മനുഷ്യൻ്റെ കൈ തൊടാതെ, ഒരു കല്ല് പോലും ഇടിച്ചു കളയാതെ താഴേക്ക് പോകുന്ന, തകർന്നു പോകുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം യെരിഹോയുടെ മുമ്പിൽ ചെയ്തതുപോലെ നിങ്ങൾക്ക് വേണ്ടി ദൈവം മാനുഷികമായ കരങ്ങളുടെ സഹായമില്ലാതെ തന്നെ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ പറയുന്ന ദൂത് നിങ്ങൾ വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ദൈവം നിങ്ങളുടെ മുൻപിൽ കോട്ടകളെ ഇടിച്ചു കളയും. പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ അവനൊരു പക്ഷേ ചുറ്റി നടക്കുകയായിരിക്കും, കുറേ നാളായി ചുറ്റാതെ തുടങ്ങിയിട്ട്. എന്നും ചുറ്റൽ മാത്രമാണെന്ന് ചോദിച്ചുകൊണ്ട് കുറേ പേരൊക്കെ തിരികെ പോയി കാണുമായിരിക്കും. കുറേ പേരൊക്കെ കുറ്റം പറഞ്ഞു കാണുമായിരിക്കും. ചുറ്റാൻ മാത്രമേ നമുക്ക് യോഗമുള്ളൂ, ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഈ ചുറ്റൽ മാത്രം. ഈ ചുറ്റലിനൊക്കെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൽ ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തുകൂടിയുള്ള വഴി അടുത്തതെന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ചെങ്കടലരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. അപ്പം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ജനം അവർ യുദ്ധം അഭ്യസിച്ചിട്ടില്ല. അവരുടെ മുമ്പിൽ വരാൻ പോകുന്ന എളുപ്പ വഴി ഫെലിസ്ത്യരുടെ ദേശത്തോടെ പോയാൽ കടൽ കയറക്കാതെ ഈ കനാൻ ദേശത്തെത്താം. ചുരുങ്ങിയ ദിവസങ്ങളുമേ ഉള്ളൂ. എന്നാൽ ഫെലിസ്ത്യ ദേശത്തെ ജനം നിരന്തര കുറെ കാലങ്ങളായ യുദ്ധ അഭ്യാസികളാണ്. അപ്പോൾ ആ യുദ്ധം കാണുമ്പോൾ ഈ ജനം തിരിഞ്ഞു പോകും, ഇവർക്ക് യുദ്ധം അറിയത്തില്ല. അതുകൊണ്ട് ദൈവം അവരെ ചെങ്കടലിൻ്റെ വഴിയെ കൂടെ വിട്ടിട്ട് അല്പം ചുറ്റി നടത്തി. ഹല്ലേലൂയ. നോക്കിക്കേ, ചില ചുറ്റലുകളുടെ പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. ചില പെട്ടെന്നുള്ള വഴിയിലൂടെയും വിടുതൽ ഒക്കെ പ്രാപിക്കാനുള്ള എളുപ്പ വഴികളൊക്കെ അറിയാം, ദൈവത്തിനത് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലപ്പുറം പതിയിരിക്കുന്ന ചില യുദ്ധങ്ങളും അനർത്ഥങ്ങളും അപകടങ്ങളും ഉണ്ട്. അത് എന്നേക്കുമായുള്ള നഷ്ടവും നാശവും വാഗ്ദത്തങ്ങൾ കൈവിട്ടു പോകുന്ന അനുഭവങ്ങളൊക്കെ മുൻപിൽ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവം ചില വിടുതലുകൾ വാതുക്കലുണ്ടല്ലോ, മുമ്പിലുണ്ടല്ലോ എന്ന് കണ്ടിട്ടും കൈകൊണ്ട് പിടിക്കാൻ പറ്റാതെ അത് അകന്നു പോകുന്നത്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ച് നാളൊന്ന് ചുറ്റ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പിറുവിറുക്കണ്ട. ഇവിടെ ജനം പിറുവിറുക്കുന്നൊക്കെ ഉണ്ട്. എന്തിനാണ് ഞങ്ങൾ ചുറ്റുന്നത്? എന്തിനാണ് ഞങ്ങളെങ്ങനെ കറക്കുന്നത്? ഈ ചെങ്കടലിന് മുമ്പേ വന്ന ജനമെല്ലാം കുറെ പേര് പിറുവിറുക്കുകയൊക്കെ ചെയ്തു. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. വശങ്ങളിൽ പർവ്വതങ്ങൾ, പിന്നിൽ ഫറവോ, പണ്ട് നിന്നെടുത്ത് നിന്നാൽ മതിയായിരുന്നു. ഇതെല്ലാം പിറുവിറുപ്പുണ്ടാകുകയാണ്. പക്ഷേ ദൈവമാണ് നീ ഒന്ന് ചുറ്റി നടക്കെ, കുറച്ച് യാത്ര കൂടുതൽ ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മൾ കാണാത്ത ഒരു വഴി ചെങ്കടലിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി ആ ചുറ്റലിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ അധ്യായത്തിൻ്റെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, ദൈവം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിയുടെ തൂണുകളുമായി അവരെ അനുധാവനം ചെയ്യുന്നുണ്ട്. അല്ല, അവരുടെ കൂടെ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടേയിരുന്നു.
ഹല്ലേലൂയ. യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടേയിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അല്പം ചുറ്റുന്നെന്ന് പറഞ്ഞാലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. നമുക്കതിനുള്ള ബലം ദൈവം തരും. നമ്മളെ ട്രെയിൻ ചെയ്യും. ദൈവം നമ്മളെ ഒരുക്കും. ദൈവം വാഗ്ദത്തങ്ങളിലേക്ക് നമ്മളെ എത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നും നിരാശപ്പെടേണ്ട. ചില മറുപടികൾ വിടുതൽ കാണാൻ കഴിയാതെ ചുറ്റലുകൾക്കകത്താ കിടക്കുന്നതെങ്കിലും പ്രയാസപ്പെടരുതേ. പരിശുദ്ധാത്മാവ് പറയുന്നു, അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. വരുന്ന കാലങ്ങളിൽ നന്മയുടെ വാതുക്ക വെച്ച് പിന്മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അല്പം ചുറ്റി നടത്തുന്നത്. അവിടെ പിറുപിറുക്കണ്ട, ദൈവം കൂടെയുണ്ട്, സഹായിക്കും. ഹല്ലേലൂയ. 21 വാക്യം എഴുതിയിരിക്കുന്നത്, അവർ രാവും പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. ഈ ചുറ്റലുകൾക്കകത്ത് കൂടെ ആരും നിൽക്കത്തില്ലെങ്കിലും ദൈവം കൂടെ ഉണ്ട് കേട്ടോ. ദൈവം മുമ്പായി പോകുന്നുണ്ട്. ഹല്ലേലൂയ. വഴി കാണിക്കുന്നവൻ നമ്മുടെ മുൻപേ പോകുന്നുണ്ട്. ഹല്ലേലൂയ. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണ്. ആമേൻ. ഞാൻ ആരെ ഭയപ്പെടും? യഹോവൻ്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എൻ്റെ ദൈവം എൻ്റെ വെളിച്ചമാ. അവൻ എൻ്റെ മുൻപേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചുറ്റലുകൾ കൂടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറണ്ട. ദൈവം അതിനകത്തും അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യും. എരിഹോയുടെ ചുറ്റാൻ പറഞ്ഞ ദൈവം ഒരു ദിവസം അതിനെ കാൽക്കീഴാക്കി തന്ന് വാഗ്ദത്തത്തിലേക്ക്, നന്മയിലേക്കും അഭിവൃദ്ധിയിലേക്കും പ്രവേശിപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഈ വഴി അല്പം പ്രയാസകരമെന്ന് തോന്നിയാലും വാഗ്ദത്തങ്ങൾ നിറവേറും, ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചില പദ്ധതികൾ ഈ വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ സ്മിർന്നയുടെ സഭയുടെ ദൂതനോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് സാത്താൻ നിങ്ങളിൽ ചിലരെ 10 ദിവസം തടവിലാക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ തടവിലാക്കാൻ പോകുന്ന 10 ദിവസം ഉപദ്രവം ഉണ്ടാകും. പക്ഷെ നീ വിശ്വസ്തനായിരിക്കണം, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ദൈവം മുൻകൂട്ടി പറയുകയാണ്, ഒരു ഉപദ്രവം വരുന്നുണ്ട് കുറച്ച് നാളത്തേക്ക്, പക്ഷേ അതിനപ്പുറത്തേക്ക് നിനക്കൊരു ജയവും ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാ ചുറ്റലുകൾക്കും, എല്ലാ പരിശോധനയ്ക്കപ്പുറവും അല്ല, അതിൻ്റെ കൂടെ ദൈവമുണ്ട്. അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറുന്നുണ്ട്, വഴികൾ തുറക്കുന്നുണ്ട്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. ആമേൻ. കോട്ടകൾ കീഴടങ്ങും, വാഗ്ദത്തങ്ങൾ പ്രാപിക്കും. ആമേൻ. ധൈര്യമായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം വേഗത്തിൽ ശത്രുവിനെ കാൽക്കീഴാക്കി തരും. വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം നടത്തും. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ മുൻപിലുള്ളപ്പോൾ തന്നെ ഞങ്ങൾ ചുറ്റിത്തിരിയുന്ന സാഹചര്യമുണ്ട്. ഞങ്ങളുടെ ഉഴൽച്ചകളേക്ക് എണ്ണുകയും കണ്ണുനീരിനെ തുരുത്തിയിലാക്കുകയും ചെയ്യുന്ന ദൈവം തക്ക സമയത്ത് ഞങ്ങൾക്കൊണ്ട് എഴുന്നേൽക്കും. കർത്താവേ, പ്രതികൂലത്തിൻ്റെ മതിലുകളെ കാൽക്കീഴാക്കും, വാഗ്ദത്തങ്ങളെ കൈവശമാക്കി തരും. ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് കൂടെ നിന്ന്, മുൻപിൽ നിന്ന് അവരെ ദൈവികമായ ധൈര്യം നൽകി വാഗ്ദത്തങ്ങളിൽ എത്തിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരും തളർന്നു പോകരുത്, പിന്മാറിപ്പോകരുത്, ക്ഷീണിച്ചു പോകരുത്. കർത്താവ് ദൈവിക നന്മയും വാഗ്ദത്തവും പ്രാപിക്കട്ടെ. ഇന്നത്തെ ദിവസം ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഇന്ന് ഏതൊക്കെ കാര്യത്തിൽ ഇടപെടുന്നു, ഏതൊക്കെ വിഷയങ്ങളെ പ്രാർത്ഥിക്കുന്നു, അവിടെയെല്ലാം അത്ഭുതങ്ങൾ കാണട്ടെ, കർത്താവിൻ്റെ സാന്നിധ്യം കാണട്ടെ, ദൈവശബ്ദം കേൾക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസത്തെയും പോലെ ഈ ഇന്നത്തെ സന്ദേശവും നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.